PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഉന്നതർക്ക് പങ്കെന്ന് PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. PSC ചെയർമാന്റെയും പരീക്ഷാ കൺട്രോളറുടെയും സെക്രട്ടറിയുടെയും അറിവോടെ അല്ലാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. കൃത്രിമം നടന്നത് ഉദ്യോഗസ്ഥ തലത്തിലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടി ഉണ്ടാകണമെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കി കേസെടുത്ത സാഹചര്യത്തിലാണ് മുൻ ചെയർമാന്റെ ഈ പ്രതികരണം. വിവാദമായിരിക്കുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തേണ്ടതില്ല എന്ന് ആരാണ് തീരുമാനിച്ചത്? അതാണ് അറിയേണ്ട കാര്യം. കാരണം അത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമം സമ്മതിക്കുന്നില്ല, ചട്ടവും സമ്മതിക്കുന്നില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിനെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പരാതികളുണ്ടെങ്കിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. ആ പരാതികൾ ഒരു വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് അതിൽ തെറ്റോ ശരിയോ കണ്ടെത്തിയിട്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ഫയൽ റെഡിയാക്കുകയും ആ ഫയൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, സബ് കമ്മിറ്റി എക്സാമിനേഷനുണ്ട് PSCയിൽ, അവർ വഴി പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ചെയർമാൻ അതിനകത്ത് ഒപ്പിട്ടാൽ മാത്രമേ അത് ഓർഡർ ആകുള്ളൂ. അപ്പോൾ ചെയർമാന് സബ്മിറ്റ് ചെയ്യാതെ ചെയർമാൻ്റെ ഒപ്പില്ലാതെയാണ് ചെയർമാൻ ഫയൽ സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയർമാൻ മാത്രമല്ല, സെക്രട്ടറി കൂടി അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരാരും കാണാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും വലിയ ശിക്ഷ കിട്ടും. എൻ്റെ അറിവിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുന്നവരായിരുന്നില്ല. അക്കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്. അത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, ചെയർമാൻ, പരീക്ഷാ സബ് കമ്മിറ്റി ഇവരെല്ലാം കണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി ഒരു സെറ്റ് 10 ചോദ്യങ്ങൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് ഫയലിൽ വ്യക്തമായി എഴുതിയിരിക്കണം. അത്തരം ആകെ 20 ചോദ്യങ്ങളെ മറ്റോട്ടുണ്ടായിരുന്നുള്ളൂ. 20 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങളും ഒഴിവാക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ പരീക്ഷക്കിട്ട ചോദ്യങ്ങൾ തെറ്റാണെന്ന് വെക്കുക. ആ ചോദ്യങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് വേറെ പരീക്ഷ നടത്തുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു രീതി. സംബന്ധിച്ചാണ് PSCയുടെ മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇതിൻ്റെ കുറ്റക്കാർ. കൃത്യമായി PSC ചെയർമാൻ, PSC സെക്രട്ടറി, അംഗങ്ങൾ ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ക്രമക്കേടാണ് നടന്നത്. ഉന്നതർക്ക് പങ്കുണ്ട്, അവരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണല്ലോ KS രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ കൃത്യമായ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണം അതിനെ നമുക്ക് എങ്ങനെ കാണാം? ഐസൺ. വിനോദ്, തീർച്ചയായും ഈ നിരീക്ഷണം എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അല്ലെങ്കിൽ ചെയർമാനായിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം, അതുപോലെ തന്നെ പരിണതപ്രജ്ഞനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ ഏറെ ഗൗരവം അർഹിക്കുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ PSCയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ ചോദ്യങ്ങൾ വാല്യൂ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ 10ഓളം ചോദ്യങ്ങൾ ഒഴിവാക്കാമെന്നൊരു തീരുമാനമെടുത്തത് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. അത് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് എക്സാമിനേഷൻ സബ് കമ്മിറ്റി പരിശോധിച്ച് അത് സംബന്ധിച്ച റിപ്പോർട്ട് ചെയർമാന് നൽകുക. ചെയർമാൻ നൽകുമ്പോൾ സ്വാഭാവികമായും അത് ചെയർമാനും സെക്രട്ടറിയും അതിൽ ഇൻവോൾവ്ഡ് ആവുന്നു. ചെയർമാനും സെക്രട്ടറിയും അറിഞ്ഞ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ കൂടി അനുമതിയോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് കൃത്യമായി ഫയലിൽ എഴുതിയതിന് ശേഷം മാത്രം ഓർഡർ ഇറങ്ങിയാൽ മാത്രമാണ് അത് നടപ്പാവുക. അതായത് ചെയർമാനും കൺട്രോളർ ഓഫ് എക്സാമിനേഷനും അതുപോലെ തന്നെ സെക്രട്ടറിയും അറിയാതെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കില്ല. നിലവിലെ PSC ചട്ടങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല. അത്തരത്തിലുണ്ടെങ്കിൽ തന്നെ
അത് ചട്ടവിരുദ്ധമാവുകയും ചെയ്യുമെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത്തരമൊരു തീരുമാനം എടുത്തിട്ട് അത് നടപ്പാക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടാകണമെന്ന കൃത്യമായ നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. മറ്റൊരു നിർണായക പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ PSCയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നീക്കം നടന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വാല്യൂ ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത് ആരെ എന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അത്തരത്തിൽ ആരെ എന്ന് കണ്ടെത്താൻ സാധിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ ആരെ എന്ന് കണ്ടെത്തേണ്ട ഒരു അന്വേഷണം നടക്കേണ്ടത് ഇത്തരത്തിലുള്ള പദവികൾ വഹിക്കുന്ന, അതായത് ചെയർമാനും കൺട്രോളർ ഓഫ് എക്സാമിനേഷനും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ അതിൽ കൃത്യമായുണ്ട്. അത് ഉത്തരവായി വരാതെ എങ്ങനെ ഇത് തീരുമാനമെടുത്തു എന്നത് അതീവ ഗൗരവമേറിയൊരു വിഷയമാണ് എന്നും അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു നിർണായക ഘടകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായത് 10 ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ വാല്യൂ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തേണ്ടതില്ല എന്ന നിലപാടിൽ മാറ്റിക്കളഞ്ഞത്. അത്തരത്തിൽ 10 ചോദ്യങ്ങൾ മാറ്റിക്കളയാനുള്ള കാരണം എന്തെന്ന് വിശദമാക്കി സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതായത് ഈ എക്സാമിനേഷൻ സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. എക്സാമിനേഷൻ സബ് കമ്മിറ്റി ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായീകരണവും അതിൻ്റെ വിശദീകരണവും അതിലുണ്ടാകും. ഏറ്റവും നിർണായകമായൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഈ 10 ചോദ്യങ്ങൾ 20-ൽ 10ഓളം ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ പരീക്ഷ മാറ്റുകയായിരുന്നു വേണ്ടത്, അല്ലാതെ അന്യായമായ രീതിയിൽ ചോദ്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നില്ല എന്ന കൃത്യമായൊരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം PSCയെ സംബന്ധിച്ചും PSCയിലെ ഉദ്യോഗസ്ഥരുടെ സത്യസന്ധതയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 10 വർഷം മുമ്പ് PSC ചെയർമാനായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിൽ PSC ഉദ്യോഗസ്ഥരൊന്നും അത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വരുത്തുന്ന പശ്ചാത്തലമുള്ളവരല്ല, അത്തരം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും അത് PSC ചെയർമാനിലേക്കും അതുപോലെ തന്നെ സെക്രട്ടറിയിലേക്കും കൺട്രോളർ ഓഫ് എക്സാമിനേഷനിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിനോദ്, വ്യക്തമാണ്. PSCയിൽ നടന്ന പരീക്ഷാ ക്രമക്കേടിലാണ് കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഉന്നത തലത്തിലും ബന്ധമുണ്ട് എന്നുള്ളതാണ് PSCയുടെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.